ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു പാറയിലാണ്. പാറയുടെ മുകളിലാണ്. അടുത്തുള്ളതെന്ന് പറയുമ്പം ചെറിയൊരു പാറയുടെ മുകളിലല്ല. നിങ്ങൾക്ക് കാണാം ബാക്കിലത്തെ വ്യൂ. ഇതാണ് ബാക്കിലത്തെ വ്യൂ. ആഴം നമുക്ക് കാണുന്നോ, നമുക്ക് കണ്ട് ഇതൊക്കെ കാണുന്ന ഈ ഗോകുലം ആ സൈഡൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് വന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. ഇവിടെ നമുക്കൊരു പാറയുണ്ട്. അപ്പോൾ ഈ പാറയിലൊരു അടയാളമുണ്ട്. ആ അടയാളം നിങ്ങളെ കാണിക്കുകയാണ്. ഞാനത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ അത് കിട്ടുന്നില്ല. എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നുള്ള നിങ്ങളുടെ പ്രദേശത്ത് ഈ പാറയിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ ഒരു സാധനം എന്താണെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ വ്യൂ ഞാൻ നേരെ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ. ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രം വരുന്നത്. ഇതാണ് ആര്യവല്ലി പാറ എന്ന് പറയും. പണ്ട് ആ ഭാഗത്താണ് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, മറ്റേ താമര വരുന്നത്. അതായത് ശാന്തിഗിരി താമരകാപതി ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ മരം മുറിച്ച സമയത്തൊക്കെ അവിടെ ഇവിടെ നിന്ന് താമര നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. ഐ തിങ്ക് ഇവിടെയാണോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള അവിടെയാണോ? ഇത് ഗോകുലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ പാറയിലൊരു സാധനമുണ്ട്. അതായത് എന്താ നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചങ്ങലമാടൻ പോകുന്നതാണ്. അതായത് ചങ്ങലമാടൻ്റെ അടയാളമാണ്. അതായത് രാത്രി കാലങ്ങളിൽ ചങ്ങലമാടൻ നടക്കുന്നുണ്ട്. അപ്പോൾ ചങ്ങലമാടൻ പോകുന്ന സമയത്ത് ആ ചങ്ങലമാടൻ്റെ എന്താ പറയുക, ചെയിനിൻ്റെ ഈ ചങ്ങലയുടെ അടയാളമാണ് ഈ അടയാളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെങ്കിലും നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് എന്തോ സൗണ്ട് കേട്ടോ നോക്കിയത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ പ്രദേശത്തും അല്ലെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെ പാറയിൽ ഇതുണ്ടോ എന്ന് നോക്കുക. പാറയിൽ ഇങ്ങനെ കാണാറുണ്ടോ? ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ പൊങ്കാലയ്ക്ക് ഇടും. ഈ ആ ഭാഗത്തായിട്ട് പൊങ്കാലയ്ക്ക് ഇടാം. അപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഇത് എടുക്കാറില്ല, എങ്കിലും ഈ വെള്ളത്തിൽ നിന്ന് കൈയൊക്കെ കഴുകാറുണ്ട്. എന്താ മീനിൻ്റെ ഒരു ഷേപ്പാണ്, കണ്ടോ? മീനിൻ്റെ ഷേപ്പുള്ളൊരു ചെറിയൊരു കുളമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ഷേപ്പ്. വാല്, ഇത് വാല്, അത് തല. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ? ജസ്റ്റ് ഒരു മീനിൻ്റെ ഒരു ഷേപ്പില്ലേ. ഇത് ഫോണിൽ കൂടെ കാണുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇലയൊക്കെ വീണ് കുറച്ച് അൺക്ലീനായിട്ട് കിടക്കുകയാണ്. അതായത് ഇവിടെയാണ് പൊങ്കാലയൊക്കെ ഇടുന്നത്. ഇവിടെ ചുറ്റും ഇതൊക്കെ റബ്ബറാണ്. ഇത് മറ്റേ ചെറിയ ആൽമരം, അരയല്ലോ അങ്ങനെ ഒരു സാധനം. അവിടെയൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ട്. ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് ക്ഷേത്രം. ഇവിടെ നമ്മൾ തിരി കൊളുത്തുന്നുണ്ട്, അവിടെ തിരി കൊളുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആര്യവല്ലി പാറയുടെ വിശേഷങ്ങൾ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഞാൻ കാണിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് പോവാം. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളായിരിക്കും. അതായത് ഇതുവരെ അതിനെപ്പറ്റി കണ്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഞാനിത് ഗൂഗിളിലൊക്കെ സെർച്ച് എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്താണെന്നുള്ളത്. അല്ലാതെ മറ്റേ മിനറൽസ് എടുക്കുന്ന പാറ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്താണെന്ന് ഞാൻ പണ്ടേ കൺഫ്യൂഷൻ. നമ്മളത് മറികടക്കുമ്പോൾ പോലും എന്താ പറയുക, തൊട്ട് തൊഴുതിട്ടാണ് മറികടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇവിടുത്തെ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെന്താണ്, എനിക്ക് അന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി. ഇതെങ്ങനെയാണ് ഈ പാറയിൽ, നമ്മൾ ഈ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഈ ചങ്ങലമാടൻ്റെ കഥ വരുമ്പോൾ ഇത് ഒരു റിയലിസ്റ്റിക് സംഭവമായിട്ട് നമുക്ക് തോന്നാൻ കാരണം ഈ പറയുന്ന ഈ പാറയിലെ അടയാളങ്ങളാണ്. ഞാൻ നോക്കട്ടെ, ഞാനിവിടെ ഉണ്ടായിരുന്നു. പാറയിലെ അടയാളം നിങ്ങൾക്ക് ഞാൻ എപ്പോൾ കാണിച്ചു തരാം. നമുക്ക് പാറയുടെ അടയാളം നോക്കി പോവാം. ഇത് മാഞ്ഞു പോകുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മാഞ്ഞു പോകാറില്ല, കാരണം പാറയിൽ വരുന്ന ഒരു പാടാണല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടോ, ഒരു കട്ടുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ എടുത്തത് ഒരു കട്ടുമില്ലാതാണ് എടുത്തത്. അതായത് നമ്മുടെ അമ്പലം അതാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ഞാൻ ഇതിൻ്റെ ബാക്ക് ക്യാമറ, ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനുള്ളത് അവിടെയാണ്. ഇനിയിപ്പോൾ ക്യാമറ എടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ എടുക്കുക, അമ്പലം അവിടെ. ഓക്കെ,
നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാ അവിടെ ആയിട്ടൊരു വര ഉണ്ടോ, ഇതാ ഈ വര ഉണ്ടോ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വര ഫോക്കസ് ഔട്ടായി, നിങ്ങൾ കണ്ടോ? ഇത് കാണിച്ചു തരാം, കണ്ടോ? ആ വര അവിടെ നിന്ന് കയറി വരുന്നത് ഇതാ കണ്ടോ, ആ വരയാണ്. അതായത് ഇത് ചങ്ങലമാടൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ആ വരയാണ്. അപ്പോൾ ആ ചങ്ങലമാടൻ പോകുന്നു എന്ന് വരയുന്ന വര ഒരു എന്താ പറയുക, ഈ പാറയിൽ മറ്റേ എന്താ പറയുക പ്രതിഭാസം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരാം. ഇത് എക്സാക്ട്ലി ഇതിൻ്റെ താഴോട്ട് പോയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഇതങ്ങ് പാറ താഴോട്ട് അവിടെ നിന്ന് പറഞ്ഞ ചങ്ങലമാടൻ്റെ എന്താ പറയുക പോയ വഴി എന്ന് പറയുന്ന ചങ്ങലയുടെ അടയാളം എന്ന് പറയുന്നത് ഇതുവഴി വന്നിട്ട് ഇതാണ്. ഇത് വെറുതെ ഒരു അടയാളം മാത്രമല്ല കേട്ടോ, ഇത് ചോക്ക് വച്ച് വരച്ചതല്ല. അതായത് ഇത് ചോക്ക് വെച്ച് വരച്ചതല്ല. അതായത് ഇത് നമുക്ക് ഹമ്പൊക്കെ ഉണ്ടല്ലോ, ഹമ്പ്. അപ്പം അതുപോലെ ഇങ്ങനെ എന്താ പറയുക പൊങ്ങിയിരിക്കുകയാണ്. അല്ലാതെ ഇത് പാടോ എന്തെങ്കിലും മഷി കൊണ്ട് വെള്ള പാടോ അങ്ങനെയൊന്നുമല്ല. ഇത് എക്സാക്ട്ലി ഈ പറയുന്ന പോലെ ഒരു ഹമ്പ് പോലെ ഈ ചങ്ങല വലിച്ചുകൊണ്ട് പോയാൽ അവിടെ കുഴിയാറാണ്. പക്ഷേ ഇത് ആ ഭാഗം കുഴിയുന്നതിന് പകരം പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇത് പോയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പോയി ഇത് ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. എന്തെങ്കിലും പ്രതിഭാസമാണെങ്കിൽ നമുക്ക് പറയാം, അതുവരെ വന്ന് നിൽക്കുന്നെങ്കിൽ ഓക്കെ, അതെന്തോ സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ ഇത് കണ്ടോ, ഇത് പോകുന്നുണ്ടോ? ഇത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്നില്ല, ഇതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം എടുത്തിട്ടേ ഇതിൽ പരിണാമങ്ങൾ സംഭവിക്കും. അതായത് ഇത് എന്താ പറയുക മായാനൊക്കെ സാധ്യതയുണ്ട് വർഷങ്ങളോളം സമയമെടുത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിൽ അത് തെളിഞ്ഞു കാണാമായിരുന്നു. ഇപ്പോൾ അത് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇവിടെ നിന്ന് കാണിച്ചു തന്നില്ല ഒരു വ്യൂ, ഇതല്ല അവിടെ. നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ സൂര്യൻ അവിടെ നിന്നാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാനായിട്ട് ഇതുവഴി ഇറങ്ങാൻ പറ്റും ഗൈസ്. കണ്ടില്ലേ, ഇതുവഴി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണോ ഇല്ലെന്ന് നോക്കട്ടെ. എങ്ങനെ ഇറങ്ങിപ്പോകും കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയിൽ ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാം. തിരിച്ച് കയറുമ്പോൾ എന്താ പറയുക, തിരിച്ച് കയറേണ്ടി വരും. എൻ്റെ പേഴ്സ് അവിടെ ഇരിക്കുന്നു, പക്ഷെ അതെടുത്തിട്ട് വരാം ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ നിന്നും കൂടെ എടുത്തിട്ട് തിരിച്ച് കയറി പോവാം. ആരുമില്ല അവിടെ, ആരും വരാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്നുമില്ല. യെസ് ഗൈസ്, നമ്മൾ നേരത്തെ നമ്മൾ തിരിച്ചു. ഞാൻ അവിടെയാണ് നിന്നത്. അവിടെ നിന്നാണ് ആ വര കണ്ടത്. ഇത് വര കണ്ടോ? അത് ചങ്ങലമാടൻ പോകുമ്പോൾ ചങ്ങലയുടെ അടയാളം എന്ന് വിശ്വസിപ്പിടിക്കുന്ന വര. ഇതൊക്കെ നമ്മൾ തൊഴിച്ച് അപ്പുറം കടക്കാറൊക്കെ ഉള്ളു കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ വീഡിയോ ആക്കാനുള്ള കാരണം ഇതെന്താണെന്ന് ആയിരത്തും ചോദിച്ചിട്ടൊരു എന്താ പറയുക, ഇത് ചങ്ങലമാടൻ്റെ വരയാണെന്നൊക്കെ പറയുന്നവരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സയൻസ് എന്താണെന്നുള്ളത് ഇത് അറിയാമെന്നുള്ളൊരു നാട്ടിലിത് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അറിയാമെന്നുള്ളവർ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിടുക. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റിൽ തന്നെ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അവിടെയാണ് നിന്നത്, മുകളിലാണ് നിന്നത്. അവിടെ നിന്ന് താഴെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ ഇത് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്ന വരയാണ്. ഇതാണ് ഞാൻ കാണിച്ചു തന്ന വര. കണ്ടോ? ഇവിടെ നിന്നാണ് ഇവിടെ ഇങ്ങനെ കയറി അങ്ങ് പോകുന്നത്. ഇത് ഒരു വര അല്ല കേട്ടോ റോയ്. വേറെ കാണിച്ചു തരാം, നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. എന്താ ഈ വര എന്ന് പറയുന്നത് അങ്ങ് പോയിട്ടുണ്ട് കണ്ടോ? ഈ വര അങ്ങ് കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ വര എന്ന് പറയുന്നത് അങ്ങ് പോയിട്ടുണ്ട്, താഴെ അങ്ങ് പോയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് വര ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. അതായത് ചെരുപ്പില്ലാത്തതുകൊണ്ട് മുള്ളു ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഇവിടെ നോക്കണ്ട, ഈ മുള്ള് കുറച്ച് റിസ്ക്കിയാണ്. കാരണം വെച്ചാൽ ഇത് കയ്യിലോ കാലിലോ
നമ്മളെ സ്കിന്നിൽ കയറി ഉരഞ്ഞാൽ അത് മുറിയും. എന്നാ ഓക്കെ, മുറിഞ്ഞില്ല ഗൈസ്, രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഇപ്പം അടുത്ത വര കാണാനാണ്. ഗൈസ് ഒരു കാര്യം കണ്ടു ഞാൻ. ഇത് എന്താ പറയുക, ഇതാരോ വരച്ചതാട്ടോ. പക്ഷെ അത് എന്താ ഫ്രഷ് വര കണക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്രഷ് വര, അതായത് ഇപ്പോൾ വരച്ച വര. ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചങ്ങലമടം പോയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് പറയാം. പക്ഷെ ഇതാരോ വരച്ച പോലൊരു വര, എന്താ പറയുക, ഇതാരോ വരച്ചതാട്ടോ. ഇതങ്ങനെ പൊങ്ങിയൊന്നും കിടക്കത്തില്ല. ചങ്ങലമാടൻ്റെ വരയെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അത് ഒരു ഹമ്പൊക്കെ ഇല്ലേ, ഹമ്പ് പോലെ കിടക്കും. അത്രത്തോളം അത് നിങ്ങളെ കണ്ടല്ലോ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇതാക്കി കഴിഞ്ഞാൽ ഇത്രയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേറെ വര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് എന്താ കാലാന്തരത്തിൽ ഇത് എന്താ പറയുക മങ്ങി പോവും എന്തായാലും. പക്ഷെ അങ്ങനെ എനിക്ക് ഡൗട്ട് അതല്ലേ, ഒരു പകുതി വരെ വന്ന് നിന്നെങ്കിൽ ഓക്കെ. പകുതി വന്നിട്ട് എന്താ പറയുക അത് പോയി, അത് വേറെ എന്തോ സംഭവിച്ചെന്ന് പറയാം. പക്ഷെ ഈ വര ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ അവിടുത്തെ പാറയുണ്ട്, അതായത് എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ പാറ, ഒരു വലിയ പാറയുണ്ട്, അവിടെയും കാണാൻ പറ്റും. അതായത് നമ്മൾ ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചൂണ്ടിക്കളഞ്ഞാൽ കറക്റ്റ് ഈ വര അവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് അവിടെ ആയിരിക്കും. അറിയില്ല, അറിയില്ല, നിങ്ങൾ അറിയാവുന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേസ്, ഇവിടെയൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ആ മറ്റേ വര ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പം കാണാനില്ല. ഞാൻ കിട്ടി കേസ്. ഞാൻ നല്ല വ്യക്തമായിട്ടൊരെണ്ണം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ചങ്ങലമാടൻ്റെ വര. ഇത് ഹമ്പ് കണക്കെ കിടക്കുന്നത് കണ്ടോ, അതോ നോക്കി പാറയിൽ നിന്ന് പൊങ്ങിയ കിടക്കുന്നത് കണ്ടോ. ഇതങ്ങ് പോയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല. കണ്ടോ, അങ്ങ് പോയിട്ടുണ്ട്. കണ്ടോ, അവിടെ നിന്ന് വളഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വര. ഇത് കുറച്ച് നേരത്തെക്കാളും കുറച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വര. ഇതങ്ങനെ പോകും കേട്ടോ. ഇത് ഒരു നിലനിൽപ്പില്ലാതെ അങ്ങനെ അങ്ങ് പോകും. ഇനിയിപ്പോൾ അവിടെ മണ്ണ്, അവിടെ അങ്ങനെ അങ്ങ് പോകും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പം ഇതാണ് നമ്മൾ ഈ പറയുന്ന പോലെ എനിക്കൊരു അത്ഭുതമായ, എന്താ പറയുക, അത്ഭുതം എന്ന് പറയുന്നതിനുപരി ഒരു എന്താ പറയുക, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ തോന്നിയൊരു സാധനമാണ്. അത് ഇതിന് എവിടെ നോക്കിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാവരും പറയുന്ന ഈ ചങ്ങലമാടൻ്റെ ചങ്ങല, ആ ഒരു ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തും ഈ സയൻറ്റിഫിക്കലി തെളിയിക്കുമ്പോൾ നമുക്ക് ഓരോ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സയൻറ്റിഫിക്കലി കിട്ടുന്ന ആൻസർ നമുക്ക് 100% വിശ്വസിക്കാമല്ലോ. അല്ലാതെ ഈ ആളുകൾ പറയുന്ന പോലെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു അറിവ്, വ്യക്തമായിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് പേർക്ക് എനിക്കറിഞ്ഞൂടാ, ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ പാറയിൽ മാത്രമല്ല, നമ്മളവിടുത്തെ പാറയിലും ഇതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ വേറെ പാറകളിലും ഉണ്ടാവും. അപ്പം നമ്മുടെ വിശ്വാസം ഇതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ അത് വിടും, അത് പോട്ടെ, അത് വേറെ ദൈവത്തിൻ്റെ ഇതെന്ന് പറയാം. ഇത് കയറാൻ പറ്റുന്നില്ല ഗെയിം. അതായത് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല, ചങ്ങലമാടൻ വിന്യസിക്കുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ. പിന്നെ ഓരോരുത്തർ വിശ്വാസം ഒക്കെ, അതൊക്കെ വാട്ടർ അതങ്ങനെ പോട്ടെ. പക്ഷെ ഈ ഒരു വര എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇനി കയറി വന്ന് നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയാൻ വയ്യ. കാണുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും
ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാമെങ്കിൽ, അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്, അപ്പം അറിയാമല്ലോ എവിടെയൊക്കെ ഉണ്ട്, ഇവിടെ മാത്രമല്ല എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫേസ് കാണിക്കാം. ഫേസ് ആവശ്യമില്ലല്ലോ, നമുക്ക് കൂടുതൽ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കാനല്ലല്ലോ നിങ്ങൾ യൂട്യൂബ് തുറന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകൾ മാക്സിമം ഞാൻ എത്തിക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാഴ്ചക്കാർ കൂടി വരുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപാടുള്ളപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇത്ര പേരെങ്കിലും ഉണ്ടല്ലോ നമ്മളെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ കാണുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറച്ചെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയോ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ.